എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം, അതുകൊണ്ട് തന്നെ വീടിന്റെ മുറ്റത്തൊരു വണ്ടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ഒരു സമയത്ത് നമുക്ക് അമ്മയുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റുള്ള ആൾക്കാർ എങ്ങനെ അവളോട് പെരുമാറി എന്നുള്ളത്, അവൾ എക്കാലവും ഓർത്ത് വെക്കുന്നുള്ളത്. ശരിക്കും എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. കാരണം നിരക്കി കൊണ്ടുപോയിട്ടാണ് ഞാൻ ബാത്റൂമിലൊക്കെ നിന്നുകൊണ്ടാണ് ഞാൻ യൂറിനൊക്കെ പാസ് ചെയ്തിട്ടുള്ളത്. വേണ്ട എന്ന് പറയാൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് പോണത്. അങ്ങനെ പിന്നെ അവിടെ വെച്ച് ട്വിൻസ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഡോക്ടർ അതിന്റെ ഒരു വീഡിയോ, ഈ ഹാർട്ട് ബീറ്റിന്റെ ഒക്കെ വീഡിയോ എടുത്തിട്ട് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, കാണിച്ചു കൊടുത്തു. ആ വീഡിയോ കാണിച്ചിട്ട് പറഞ്ഞു ഒരാളല്ല 2 പേരാന്ന് പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനാകെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുകയാണ്. കാരണം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് അറിയാം. അതിന്റെ കൂടെ ഇപ്പൊ 2 പേരാണെന്നും കൂടെ അറിഞ്ഞപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ ഏട്ടൻ നല്ല സ്ട്രെസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഏട്ടനെ സംബന്ധിച്ച് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, ഞാനും കുട്ടികളും എല്ലാവരും ഇൻവോൾവ് ആണ്. അപ്പൊ അതിങ്ങനെ പുറത്തുനിന്ന് വാച്ച് ചെയ്യാന്ന് പറയുന്നത് ഒരു ഭയങ്കര മാനസിക സമ്മർദ്ദമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതെനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പിന്നെ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, എന്താണ് ഞങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു നമുക്കിപ്പം ഈ പറയുന്ന പോലെ എല്ലാം സത്യമാണ്, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കേസാണിത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഇതിനെപ്പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ്ടിരിക്കുക, എന്റെ കേസ് ഫയൽ വായിക്കാതിരിക്കുക, അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാതിരിക്കുക, ആവശ്യമില്ലാതെ ഈ വിഷയത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് ഡിസ്കഷന് പോവാണ്ടിരിക്കുക എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞങ്ങള് ഇതില് ഈ പറയുന്ന പോലെ ഞാൻ ആരുടെ ഷെയർ ചെയ്തിട്ടില്ല. ഇപ്പം എന്റെ ഫാമിലി ആണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പൊ ട്വിൻസ് ആണെന്നുള്ളത് പോലും ഞങ്ങൾ ഒരുവിധം ആരുടെ പറഞ്ഞിട്ടില്ല. അതിന്റെ ഒരു മെയിൻ റീസൺ ഇതുകൊണ്ട് തന്നെയായിരുന്നു. കാരണം അത്രയും വലിയൊരു റിസ്കിലാണ്, എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെയാണ് ആരുടെ ഫാമിലി ആണെങ്കിലും ഷെയർ ചെയ്തിട്ടില്ല. ആ ഒരു കാര്യത്തിൽ എന്റെ ഫാമിലി വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇത്തരം കേസിൽ നമ്മള് അധികം ആൾക്കാരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതന്നെയാണ് നല്ലത്. കാരണം എപ്പോഴും അവിടെ ഒരു ഹെൽത്തി ഡിസ്കഷൻ വരണം എന്നില്ല. ചില സന്ദർഭങ്ങളിലൊക്കെ ഡിസ്കഷൻ നമ്മളെ ഒരു മാനസികമായിട്ട് ഒരു വേസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും നമുക്ക് പറ്റുമെങ്കിൽ, നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു എന്താ പറയാ ഒരു സ്ട്രെങ്ത് കൊണ്ടുപോകുന്നതാണ് എപ്പോഴും നല്ലത്, ഒരു മറ്റുള്ളവരിൽ അധികം ഡിപ്പെൻഡ് ചെയ്യാതെ. അങ്ങനെ ഡോക്ടർ പറഞ്ഞത് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം, അതുകൊണ്ട് തന്നെ വീടിന്റെ മുറ്റത്തൊരു വണ്ടി. ഡോക്ടർ അങ്ങനെ തന്നെ പറഞ്ഞു, വീടിന്റെ മുറ്റത്ത് ഫുൾ ടൈം ഒരു വണ്ടി ഉണ്ടായിരിക്കണം. കാരണം എന്ത് വന്നാലും അവിടെ ആലോചിക്കാൻ നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ്. എമർജൻസി കാർഡ് ഞങ്ങൾക്ക് തന്നു, അതിലേക്ക് എന്ത് എമർജൻസി വന്നാലും അതിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞത് നമുക്കിപ്പം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു സർജറി എക്സ്പെക്ട് ചെയ്യും. അപ്പൊ ഏട്ടൻ പറഞ്ഞു അപ്പൊ കുട്ടികളോ എന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ആ ഒരു സമയത്ത് നമുക്ക് അമ്മയുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരിക്കലും നിങ്ങൾ അത്തരം ഒരു സിറ്റുവേഷനിൽ ആ ഒരു കാര്യം ആലോചിക്കാനേ പാടില്ല. ആ ഒരു സമയത്ത് ആ ഭാഗം ചിന്തിക്കണ്ട, എങ്ങനെയെങ്കിലും അമ്മയുടെ ജീവൻ രക്ഷിക്കാന്നുള്ള ഒരു ഒറ്റ ഇത് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി, അമ്മ എന്നുള്ളത് മാത്രമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളടുത്ത് പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടമാണ് ഈ റിസ്ക് ഏറ്റെടുക്കണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു IVF ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ ഒത്തിരി പേരെ കാണുന്നുണ്ട് ഡെയിലി, കുട്ടികൾ ഉണ്ടാവാതെ IVFന് വരുന്ന ഒരുപാട് പേര്, ട്രീറ്റ്മെന്റിന് വരുന്ന ഒത്തിരി പേര്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്കൊരു ചാൻസ് കൊടുത്തുകൂടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ പിന്നെ അത് വേണ്ട എന്ന് വെക്കുന്നതിനെ പറ്റി പിന്നെ ഞങ്ങൾ 2 പേരാന്ന് അറിഞ്ഞപ്പോൾ അതിനെപ്പറ്റി അങ്ങനെ ഒരു ഡിസ്കഷനേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന പോലെ എന്റെ ബ്രദറിന്റെ അടുത്തൊക്കെ സ്കാനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വളരെ കൂളായി തന്നെ പോയിക്കൊണ്ടിരുന്നു. പിന്നീട് ഞാൻ നേരിട്ട് റിസ്കുകൾ എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക്, ഞാൻ ഇവിടെ ഇരുന്ന് ബോറടിച്ച സമയത്ത് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയി. കാരണം എനിക്ക് ട്രാവൽ റെസ്ട്രിക്ഷൻ ഭയങ്കര മാനസിക സമ്മർദ്ദം തന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് വീട്ടിലിരിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പറഞ്ഞ പോലെ ഞാൻ പുറത്ത് പഠിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പെട്ടെന്ന് നമുക്കൊരു കൂട്ടിലിട്ട പോലെ നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ ഇടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ മാനസിക സമ്മർദ്ദം തരും. പോരാത്തതിന് എനിക്ക് നല്ല മെഡിസിൻസ്, ഒത്തിരി ഹോർമോൺ മെഡിസിൻസ് ഉണ്ടായിരുന്നു. പിന്നെ വീക്കിലി ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, അബോർഷൻ നടക്കാണ്ടിരിക്കാനുള്ള പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പൊ ആ ഇഞ്ചക്ഷന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഓരോ ബട്ടക്സിലാണ് എടുക്കുക. അപ്പോൾ ഒരാഴ്ച റൈറ്റ് സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു 2-3 ദിവസം ആ റൈറ്റ് സൈഡ് വെച്ച് കിടക്കാൻ പറ്റില്ല. പ്രഗ്നന്റ് ആയതുകൊണ്ട് നേരെ കിടക്കാൻ പറ്റില്ല. ലെഫ്റ്റ് സൈഡ് മാത്രം വെച്ച് നേരം വെളുക്കുന്നവരെ കിടക്കാന്ന് പറയുന്നത് എനിക്ക് പോസിബിളേ ആയിരുന്നില്ല. അപ്പൊ രാത്രി ഉറങ്ങാൻ പറ്റില്ല. സോ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഉറങ്ങാൻ പറ്റാണ്ട് വരുന്ന സമയത്ത് നമുക്ക് അതും ഭയങ്കര മാനസികമായിട്ടുള്ള സ്ട്രെസ് കൂട്ടും. ഇതിന്റെ വേദന പോരാത്തതിന് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ട്രാവൽ റെസ്ട്രിക്ഷൻ ആണ്. അങ്ങനെ പിന്നെ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയ സമയത്താണ് ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് ഒരു അടിവയറ്റിന് വേദന വന്നിട്ട് പുലർച്ചെ നല്ല മഴയുള്ള ഒരു സമയമായിരുന്നു. പുലർച്ചെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, അവിടെ അഡ്മിറ്റ് ആവുന്നു. അപ്പൊ അന്ന് ഡോക്ടർ പറഞ്ഞത് ഡെലിവറി പെയിൻ പോലെ തന്നെ വന്നൊരു സ്ട്രെച്ചിങ് പെയിൻ ആണ്, അത് കുഴപ്പമില്ല, ചില കേസിൽ അങ്ങനെ വരാറുണ്ട്. ഞാൻ എപ്പോൾ ഡോക്ടറെ അടുത്ത് പോയാലും ഡോക്ടർ തന്നെ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ധൈര്യം തന്ന് തിരിച്ചു വിടാറാണ്. സോ അന്നും ഇതുപോലെ തന്നെ അവിടെ ചെന്ന് അഡ്മിറ്റ് ആയി, വേദനയൊക്കെ ഒന്ന് കുറഞ്ഞ് വൈകുന്നേരമായിട്ട് ഞങ്ങൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു.
പിന്നെ എനിക്ക് കഫക്കെട്ട് വന്നിട്ട് സുഖമില്ലാണ്ടായി. നല്ല തുമ്മലും ചുമയും ശ്വാസം മുട്ടലും ഒക്കെ ആയിട്ട് എനിക്കൊരു സെക്കൻഡ് മന്ത് എനിക്ക് വയ്യാണ്ടായിട്ട് ഞാൻ നേരിട്ടൊരു വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് മെഡിസിൻ എടുക്കാൻ പറ്റില്ല. അപ്പോ മെഡിസിൻ എടുക്കാൻ പറ്റാത്ത ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി തുമ്മിയിട്ടും ചുമച്ചിട്ടും കഫക്കെട്ട് ശ്വാസം മുട്ടലും അതിന്റെ കൂടെ ഉറക്കമില്ലായ്മ, ഇഞ്ചക്ഷന്റെ പെയിൻ എല്ലാം കൂടെ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തി. ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരുന്നു, എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ മൂഡ് സ്വിങ്സ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് തന്നെയാണ്. പക്ഷെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് എന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എന്റെ ഹസ്ബൻഡ് എന്നെ മനസ്സിലാക്കി എന്നുള്ളതാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു രാത്രി ഞാൻ ഉറങ്ങാൻ പറ്റാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമം കാരണം, ബുദ്ധിമുട്ട് കാരണം എണീറ്റ് നടക്കുമ്പോൾ ഹസ്ബൻഡ് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പൊ ഞാൻ എന്റെ അടുത്ത് ദേഷ്യം വന്നിട്ട് ഞാൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാണ്, ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്തായിട്ട് കിടന്നുറങ്ങുന്ന കാണുമ്പോൾ എനിക്ക് ദേഷ്യമാണ് വരുന്നത്, ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണെന്ന് ഞാൻ പറയാണ്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, അത് കുഴപ്പമില്ല, അത് നിന്റെ കുഴപ്പമില്ല, അത് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ പ്രശ്നമാണ്, നീ കഴിക്കുന്ന മെഡിസിന്റെ പ്രശ്നമാണ്. അത് വളരെ കൂളായിരുന്നു. ആളെന്നോട് പറഞ്ഞു, ഈ ഒരു അവസ്ഥ നീ തരണം ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മാറും. നിനക്ക് മൂഡ് സ്വിങ്സ് വരുന്നുണ്ടെങ്കിൽ നീ അത് പ്രകടിപ്പിച്ചോ. നിനക്ക് ചീത്ത പറയണോ, ചീത്ത പറഞ്ഞോ, തെറി വിളിക്കണോ, തെറി വിളിച്ചോ, തല്ലാൻ തോന്നുന്നുണ്ടോ, തല്ലിക്കോ, ഒന്നും പ്രശ്നമല്ല. ഇപ്പൊ നിന്റെ ഒരു അവസ്ഥ, നീ എടുക്കുന്ന മെഡിസിനുമാണ് നിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് നീ എന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, നീ അത് ധൈര്യമായിട്ട് പ്രകടിപ്പിച്ചോ എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്ന മൂഡ് സ്വിങ്സ് എങ്ങോട്ടാണ് പോയതെന്ന് തന്നെ എനിക്ക് അറിയില്ലായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര റെസ്പെക്ട് ആണ് ഫീൽ ചെയ്തത്. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇത്രയും ഡീപ്പായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത്, അതിലും വലിയൊരു സപ്പോർട്ടിന് നമുക്ക് ആവശ്യമില്ല, അല്ലെ? അപ്പൊ അത്രമാത്രം എന്നെ ആ ഒരു സമയത്ത് മെന്റലി ഹെൽപ്പ് ചെയ്ത ഒരാൾ തന്നെയാണ് എന്റെ ഹസ്ബൻഡ്. അപ്പൊ ഞാനിത് ഇവിടെ തുറന്ന് പറയാനുള്ള ഒരു റീസൺ, ഇത്തരം ഘട്ടങ്ങളിലൂടെ പ്രഗ്നൻസിയിൽ നിങ്ങളുടെ ഭാര്യമാര് കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി കൂടെ നിൽക്കുക. കാരണം എപ്പോഴും അവരുടെ ഉള്ളിൽ അതുണ്ടാവും, നിങ്ങൾ ആ സമയത്ത് എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത്. പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു സമയത്ത് ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ് ഡെലിവറി, പ്രഗ്നൻസി, പോസ്റ്റ് പാർട്ടം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെ അവളോട് പെരുമാറി എന്നുള്ളത്, അവൾ എക്കാലവും ഓർത്ത് വെക്കുന്നുള്ളത് എപ്പോഴും ചിന്തിക്കുക. ഓക്കെ, അപ്പോ അതിനുശേഷം പിന്നെ ഞാൻ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഈ പറയുന്ന പോലെ മെന്റലി ഭയങ്കര ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇത്രയും ഫേസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മാനസികമായിട്ടൊരു ഭയങ്കര സ്ട്രെസ് ഉള്ള ഒരു അവസ്ഥയിലേക്ക്, ഭയങ്കര ഒരു ഹെവി മൂഡ് സ്വിംഗ് ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ എനിക്ക് അതിനകത്ത് നിന്ന് എങ്ങനെ പുറത്തേക്ക് വരണം എന്ന് അറിയില്ലായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്തു, വീടിനടുത്തുള്ള ഒരു അമ്പലമുണ്ട്, അവിടെ പോകും. അവിടെ പോയിട്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്യും. എപ്പോഴും എനിക്ക് ഈ പറയുന്ന പോലെ പള്ളിയാണെങ്കിലും അമ്പലങ്ങളിലാണെങ്കിലും പോയിരിക്കുമ്പോൾ അവിടുത്തെ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. എന്റെ മനസ്സിന് ഒത്തിരി ശാന്തത അത് തരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയിരിക്കും. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് ഒന്ന് മോർണിംഗ് വാക്കും, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഒരു ചെറിയൊരു സൂര്യപ്രകാശമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എനിക്കൊരു ഫ്രഷ്നെസ് തോന്നാറുണ്ട്. പക്ഷെ ഒരു ദിവസം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഒരു ചെയറിൽ ഇരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ശരിക്കും എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. കാരണം കസാരയിൽ ഇരുന്നിട്ട് പെട്ടെന്ന് എനിക്കൊരു പെട്ടെന്നൊരു ഭയങ്കര സിവിയർ ആയിട്ടൊരു പെയിൻ വന്ന് ഞാൻ സ്റ്റക്കായി പോവാണ്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് എനിക്ക് അത്രയും സിവിയർ ആയിട്ടൊരു വേദന ഞാൻ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ എത്തുന്നത്. ബോഡി സ്റ്റിഫായി പോയി, അനങ്ങാനും പറ്റില്ല. ഞാൻ അവിടെ നിന്ന് നിലവിളിക്കുകയാണ്. ആ ചെയറിൽ ഇരുന്നിട്ട് ഞാൻ കരഞ്ഞിട്ട്, എന്റെ ഭാഗ്യത്തിന് അപ്പൊ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നു. കാരണം എന്റെ അമ്മയ്ക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് വെയിറ്റ് ഉണ്ട്, ഞാൻ പ്രഗ്നന്റ് കൂടിയാണല്ലോ. അപ്പൊ എന്നെ എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, കാരണം എനിക്കൊരു പൊടി അനങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ എന്റെ ഹസ്ബൻഡ് വന്നിട്ട് 2 കൈയും എന്റെ കക്ഷത്ത് കൂടി എടുത്തിട്ട് എന്റെ വെയിറ്റ് മുഴുവൻ താങ്ങി എന്നെ നിർത്തിയിട്ടാണെങ്കിലും എനിക്ക് നീങ്ങാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം എന്നെ നിരക്കി ബെഡ്റൂം വരെ എത്തിച്ചിട്ട് കിടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ ഒരുവിധം ഇരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അങ്ങനെ നിരക്കി കൊണ്ടുപോയിട്ടാണ് ഞാൻ ബാത്റൂമിലൊക്കെ നിന്നുകൊണ്ടാണ് ഞാൻ യൂറിനൊക്കെ പാസ് ചെയ്തിട്ടുള്ളത്. അത്രമാത്രം വേദനയായിരുന്നു ഞാൻ അനുഭവിച്ചത്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല ആ ഒരു പെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ഏകദേശം എമർജൻസിയിലായിട്ട് വിളിച്ചിട്ട് മെഡിസിൻ തന്ന് ഏകദേശം ഒരു 5-6 ദിവസം അത് സഹിച്ച് ഒരുവിധം കുറഞ്ഞിട്ടാണ് എനിക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുന്നത്. കാരണം എനിക്ക് വേദന കാരണം എനിക്ക് ബോഡി മൂവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു വണ്ടിക്കുള്ളിൽ കയറാൻ പറ്റില്ല, ഒരിക്കലും കയറാൻ പറ്റില്ല. ആംബുലൻസ് വിളിച്ചിട്ട് പോകണം. അതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു മടിയായിരുന്നു, കുറഞ്ഞിട്ട് പോവാം, ആംബുലൻസിൽ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഒരു 5-6 ദിവസം വെയിറ്റ് ചെയ്തതിനു ശേഷം പെയിൻ ഒന്ന് കുറഞ്ഞിട്ട് ഞാൻ കിംസ് ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പൊ അവിടെ എന്റെ ഡോക്ടർ ഷൈജസ് ഡോക്ടർ ലീവായിരുന്നു. ഡോക്ടർ അനിത എന്ന് പറഞ്ഞ ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തത് ഇത് വേണ്ട എന്ന് ഡോക്ടറെ അടുത്ത് പറയണം. ഞാൻ തീരുമാനിച്ചു, കാരണം ഇതിനപ്പുറത്തേക്ക് എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. ഒരുവിധം മാക്സിമം ആയി, കാരണം ഇതിന് അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 5th month അങ്ങനെയായിരുന്നു. അപ്പോൾ ഇനിയും ഉണ്ട്, മുന്നോട്ടേക്ക് മാസങ്ങളുണ്ട്. ഇനിയും അത്രയും മാസം വേദന ഈ ഒരു അവസ്ഥ സഹിക്കണം. എന്താണ് ഇതിൽ കൂടുതൽ വരുമോ ഒന്നും എനിക്കറിയില്ല. എന്നെ കൊണ്ട് പറ്റില്ല, ഇതാണ് എന്റെ മാക്സിമം. അപ്പോ പറ്റില്ല, വേണ്ട എന്ന് പറയാൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് പോണത്.